വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കലിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ തന്നെ നമുക്ക് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സ്വഭാവമായിട്ട് നമ്മളിങ്ങനെ ഫ്ലൂയിഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ലിക്വിഡ് എന്നാണ് വരിക. കാരണം ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മൾ പഠിക്കുന്നതെല്ലാം വാട്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. വാട്ടറിൽ വരുന്ന ഫോഴ്സ് റെസ്റ്റിലിരിക്കുമ്പോൾ എങ്ങനെയാണ്, മൂവിങ് ആയിരിക്കുമ്പോൾ ഡൈനാമിക് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ്. കൂടുതലും വാട്ടറിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ലിക്വിഡ് എന്നാണ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ വരാം. ഫ്ലൂയിഡിൻ്റെ ഡെഫിനീഷൻ തന്നെ എനിത്തിങ് വിച്ച് ക്യാൻ ഫ്ലോ ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് ഫ്ലൂയിഡ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ലിക്വിഡ് മാത്രമല്ല, ഗ്യാസ്, എയർ, എല്ലാ ടൈപ്പ് ഗ്യാസസും അതുപോലെ തന്നെ എയറും ഒക്കെ നമുക്ക് ഫ്ലൂയിഡ് ആയിട്ട് പറയാം. അപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് മാത്രമല്ല, ഗ്യാസസും എയറും ലിക്വിഡും എല്ലാത്തിനെയും നമുക്ക് കോമൺ ആയിട്ട് ഫ്ലൂയിഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂയിഡിന് ചില പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ട്. ആ പ്രോപ്പർട്ടീസുകളൊക്കെ എന്താണ് എന്ന് ആദ്യം പറയാം. അതിനു മുമ്പ് നമ്മൾ ഫ്ലൂയിഡിനെ തന്നെ ഐഡിയൽ ഫ്ലൂയിഡായിട്ടും റിയൽ ഫ്ലൂയിഡായിട്ടും രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു ഇമാജിനറി ആണ്. കാരണം ഇൻകംപ്രസിബിൾ ആയിട്ടും നോൺ വിസ്കസ് ആയിട്ടും, വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ പിന്നീട് പറയാം, വിശദമായിട്ട് പറയാം. ഇപ്പം ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല, അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് മെയിനായിട്ടും അതിൻ്റെ ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നോൺ വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് ഫ്ലൂയിഡ് എടുത്താലും അതിന് ചെറിയ രീതിയിൽ വിസ്കോസിറ്റി കാണും. കംപ്രസിബിൾ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ വിസ്കോസിറ്റി കാണും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഐഡിയൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഇമാജിനറി ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ബൾക്ക് മോഡുലസ് എന്തായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. ബൾക്ക് മോഡുലസ് എന്താണ് എന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓർക്കുക, ഇപ്പോൾ ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കണ്ടീഷനിൽ ബൾക്ക് മോഡുലസ് ഇൻഫിനിറ്റിയിലായിരിക്കും, നോൺ വിസ്കസ് ആയിരിക്കും, ഇൻകംപ്രസിബിൾ ആയിരിക്കും. ഇങ്ങനെയൊക്കെ വരുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ് ഇമാജിനറി ആണ്, ചെറിയ രീതിയിലെങ്കിലും വിസ്കോസിറ്റി അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ റിയൽ ഫ്ലൂയിഡ്, നമ്മൾ കാണുന്ന എല്ലാ ഫ്ലൂയിഡിനെയും നമുക്ക് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയാം. കാരണം വിസ്കോസിറ്റി ഉണ്ടാവും, കംപ്രസിബിലിറ്റി. ഇപ്പോൾ നമുക്ക് എയറിനെ മാത്രമാണ്, അല്ലെങ്കിൽ ഗ്യാസിനെ മാത്രമേ നമ്മൾ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ലിക്വിഡ് ഫോമിലുള്ളതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലൂയിഡും കംപ്രസിബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ റിയൽ ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി ഉണ്ടാവും, കംപ്രസിബിലിറ്റി ഉണ്ടാവും, സർഫസ് ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനെ വരുന്ന ഫ്ലൂയിഡിനെ നമ്മൾ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് ടൈപ്പ് ഫ്ലൂയിഡിൽ നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഐഡിയൽ ഫ്ലൂയിഡിന് സർഫസ് ടെൻഷൻ ഉണ്ടാവില്ല. ദർ ഇസ് നോ സർഫസ് ടെൻഷൻ. ഐഡിയൽ ഫ്ലൂയിഡ് ഹാസ് നോ സർഫസ് ടെൻഷൻ. അതുപോലെ തന്നെ ഐഡിയൽ ഫ്ലൂയിഡ് ഇമാജിനറി ആണ് ആൻഡ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ നേച്ചർ. അതായത് പറയുക, ചെറിയ പെർസെൻറ്റേജെങ്കിലും അതിന് വിസ്കോസിറ്റി ഉണ്ടാവും. ഐഡിയൽ കണ്ടീഷൻ ചില സ്റ്റഡിക്ക് വേണ്ടിയിട്ടോ ചില അനാലിസിസിന് വേണ്ടിയിട്ടോ നമ്മൾ ഫ്ലൂയിഡ് ഐഡിയൽ എന്ന് പറയുന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ്. പക്ഷെ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇമാജിനറി ആണെന്ന് ഓർക്കുക. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡിന് എന്തുണ്ടാവില്ല? സർഫസ് ടെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇൻകംപ്രസിബിൾ ആയിരിക്കും, നോൺ വിസ്കസ് ആയിരിക്കും. റിയൽ ഫ്ലൂയിഡിൽ വിസ്കോസിറ്റി ഉണ്ടാവും, കംപ്രസിബിലിറ്റി ഉണ്ടാവും, സർഫസ് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കുക ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോകുന്നതിന് മുമ്പ്. ഓക്കെ, ഇപ്പം എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ വെയിറ്റ് എന്ന് നമുക്ക് അറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, m/g ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ഈ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ വെയിറ്റ് ബൈ വോളിയം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഡെൻസിറ്റി എന്താണ് എന്ന് പറയാം. ഡെൻസിറ്റി പറഞ്ഞ ശേഷം നമുക്ക് സ്പെസിഫിക് വെയിറ്റിലേക്ക് വരാം. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും അതിൻ്റേതായിട്ടുള്ള ഡെൻസിറ്റി ഉണ്ടാവും. ഇപ്പോൾ സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും അതിനനുസരിച്ച് ഡെൻസിറ്റി ഉണ്ടാവും. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ടാവും, അതാണ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
മാസ് എന്ന് പറയുന്നത് അറിയാം, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, അതായത് ആ ഒരു സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് മാറ്റർ വെച്ചിട്ടാണ് എന്നുള്ളതാണ് മാസ് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആണ് മാസ് എന്ന് പറയുന്നത്. മാസ് ബൈ വോളിയം ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ലിക്വിഡിന്റെ കേസിലായാലും ഗ്യാസസിന്റെ കേസിലായാലും ഈ ഡെൻസിറ്റി മാറാം, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഡെൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാമും വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പൊ kg/m³ ആണ്. അപ്പൊ എല്ലാത്തിന്റെ വാല്യൂം ഓർത്ത് വയ്ക്കണം, അതുപോലെ തന്നെ യൂണിറ്റും ഓർത്ത് വയ്ക്കണം. അപ്പൊ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, അതുപോലെ തന്നെ വോളിയത്തിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതുപോലെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് kg/m³. അപ്പൊ ഈ ഡെൻസിറ്റി ലിക്വിഡിന്റെ കേസിലും ഗ്യാസസിന്റെ കേസസിലും മാറാം. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച്, പ്രഷർ മാറുന്നതനുസരിച്ചിട്ട് ഈ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരും എന്ന് ഓർക്കാം. ഓക്കെ, അതുപോലെ തന്നെ വാട്ടറിന്റെ ഡെൻസിറ്റിയും ഒന്ന് ഓർത്ത് വയ്ക്കാം. കാരണം ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ വാല്യൂസ് ഒന്നും തരില്ല. നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³ ആണ് കേട്ടോ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 kg/m³ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആദ്യം സ്പെസിഫിക് വെയിറ്റ് എന്ന് നോക്കാം. അപ്പൊ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ജി ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ജി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസിനെ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് വരുന്നത്. ഇപ്പോൾ മാസ് എന്ന് പറയുന്നത് എവിടെ പോയാലും, ഇപ്പോൾ എർത്തിന്റെ സർഫസിലായാലും മൂണിന്റെ സർഫസിലായാലും സ്പേസിലേക്ക് എവിടെ പോയാലും നമുക്ക് മാസ് മാറില്ല. ഒരു സബ്സ്റ്റൻസിന്റെ മാസിന് വ്യത്യാസം ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ വെയിറ്റ് എന്തായിരിക്കും? മാറി മാറി വരും. കാരണം നമുക്കിപ്പോൾ എർത്തിന്റെ സർഫസിൽ ഉണ്ടാകുമ്പോഴുള്ള വെയിറ്റ് ആയിരിക്കില്ല മൂണിന്റെ സർഫസിലേക്ക് പോകുമ്പോൾ. ഗ്രാവിറ്റിയുടെ ഇത് എഫക്റ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്ലൂയിഡിനകത്ത് ഇരിക്കുമ്പോൾ, നമ്മളിപ്പോൾ എന്താണ് വെള്ളത്തിനകത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. അതിനും വേറെ റീസൺസ് ഉണ്ട്, അതൊക്കെ നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്സ്റ്റൻസിന് ഈക്വലന്റ് അല്ല, അത് മാറി മാറി വരാം. പക്ഷെ മാസ് എപ്പോഴും സെയിം ആയിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ എഫക്റ്റ് കൊണ്ട് വെയിറ്റ് മാറി മാറി വരാം. അപ്പോൾ എർത്തിന്റെ സർഫസിലുള്ള വെയിറ്റ് ആയിരിക്കില്ല മൂണിന്റെ സർഫസിലേക്കും വരുന്നത് എന്ന് ഓർക്കണം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അതിന്റെ യൂണിറ്റ് kg/m³ ആണ്. അതുപോലെ തന്നെ വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂ ഓർത്ത് വയ്ക്കുക, 1000 kg/m³. അതുപോലെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ജി ആണ് ഓർക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഡെൻസിറ്റിയും ഓർത്ത് വയ്ക്കാം. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. ഈ സ്പെസിഫിക് വെയിറ്റിനെ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി എന്നും പറയാം കേട്ടോ. വെയിറ്റ് ഡെൻസിറ്റി. അപ്പോൾ ഇതിനെ മാസ് ഡെൻസിറ്റി എന്നും പറയാറുണ്ട്. നമ്മൾ വെറുതെ ഡെൻസിറ്റിനെ നമ്മൾ മാസ് ഡെൻസിറ്റി എന്നും പറയാറുണ്ട്, മാസ് ബൈ വോളിയം. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. മാസ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം. മാസിന് പകരം നമ്മൾ വെയിറ്റ് കൺസിഡർ ചെയ്തു. ഇതിനെ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് എന്നും പറയാം കേട്ടോ. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് തന്നെയാണ് വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്, വെയിറ്റ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ബൈ വോളിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് എന്ത് എഴുതാം? അപ്പോൾ വെയിറ്റിനെ നമ്മൾ മാസിന്റെ ടേമിലാണെങ്കിൽ, വെയിറ്റിനെ മാസിന്റെ ടേമിലേക്ക് ആക്കുകയാണെങ്കിൽ മാസ് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഈ മാസ് ബൈ വോളിയം എന്ന് പറയുന്ന ഡെൻസിറ്റി ആണ്. നമ്മൾ ഇതിനെ റോ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഇതിന് പറയുന്നതാണ് റോ, RHO, റോ എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം? ഈ മാസ് ബൈ വോളിയത്തിനെ ഡെൻസിറ്റി എന്നാക്കിയാൽ റോ ഇൻറ്റു ജി കണ്ടോ. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ജി ആണ് ഡിവൈഡഡ് ബൈ വോളിയം. ഈ മാസ് ബൈ വോളിയത്തിന് നമുക്ക് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇതിന് ഇക്വേഷൻ എന്താ? റോ ഇൻറ്റു ജി. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w ഈക്വൽ ടു റോ ഇൻറ്റു ജി എന്നും എടുക്കാം. ഒന്നുകൂടി പറയാം, ഡെൻസിറ്റിനെ നമുക്ക് മാസ് ഡെൻസിറ്റി എന്നും പറയാം. മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അതിൻ്റെ യൂണിറ്റ് kg/m³ ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ വാല്യൂ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, 1000 kg/m³ ആണ്. ഇനി ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ റോ,
ഇതാണ് റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം. ആ സ്പെസിഫിക് വെയിറ്റിനെ തന്നെയാണ് നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വെയിറ്റിനെ നമുക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു ജി എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ വോളിയം. ആ മാസ് ബൈ വോളിയം ആണ് നമ്മൾ ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പെസിഫിക് വെയിറ്റിനെ റോ ഇൻറ്റു ജി എന്നും പറയാം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ് സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ, സ്പെസിഫിക് വെയിറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയായിരിക്കും? ഇപ്പോൾ നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ അറിയാം, 1000 ആണ് എന്ന് നമ്മൾ പറഞ്ഞു, 1000 kg/m³ ആണ്. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം ദാറ്റ് ഈക്വൽ ടു റോ ഇൻറ്റു ജി എന്ന് പറയാം. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ആണ്. അതുപോലെ തന്നെ ജിയുടെ വാല്യൂ 9.81. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് കേട്ടോ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അതാണ് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടിയത് ഡെൻസിറ്റി ഇൻറ്റു ജി. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ 1000 ആണ്, ജിയുടെ വാല്യൂ 9.81 ആണ്. അപ്പോൾ 1000 ഇൻറ്റു 9.81 ചെയ്യുമ്പോൾ 9810 കിട്ടും. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഇതിൻ്റെ വാല്യൂ ഒന്നിപ്പോൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാൻ പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ഈ വാല്യൂ ഒന്നും തരില്ല, അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ തരില്ല, സ്പെസിഫിക് വെയിറ്റിൻ്റെ വാല്യൂ തരില്ല. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം വാല്യൂ. ഓക്കെ, ഇനി സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്, അതായത് 1/ρ. അപ്പോൾ 1/ρ എന്ന് പറയുമ്പോൾ ആ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ്റെ നേരെ തിരിച്ചാണ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ എന്ത് വരും? വോളിയം ബൈ മാസ്. വോളിയം ബൈ മാസ് ആയിരിക്കും സ്പെസിഫിക് വോളിയത്തിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരാം. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, മാസിൻ്റെ യൂണിറ്റ് കെ ജി. അപ്പോൾ മീറ്റർ ക്യൂബ് പെർ കെ ജി ആയിരിക്കും സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മീറ്റർ ക്യൂബ് പെർ കെ ജി. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോപ്പർട്ടി പറഞ്ഞു? ഡെൻസിറ്റി പറഞ്ഞു, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 kg/m³. എപ്പോഴും നമ്മൾ വാല്യൂ മാത്രം ഓർത്ത് വയ്ക്കരുത്, യൂണിറ്റ് കൂടി ഓർത്ത് വയ്ക്കണം. വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ 1000 kg/m³. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം ആണ്. വെയിറ്റിനെ നമുക്ക് മാസ് ഇൻറ്റു ജി എന്ന് എഴുതാം. മാസ് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. അപ്പോൾ നമുക്ക് റോ ഇൻറ്റു ജി എന്നും സ്പെസിഫിക് വെയിറ്റിനെ പറയാം. വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റിൻ്റെ വാല്യൂ 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കൽ ആണ്. 1/ρ എന്ന് ചെയ്യാം. 1/ρ ചെയ്യുമ്പോൾ വോളിയം ബൈ മാസ് എന്ന് പറയും, അതായത് ഡെൻസിറ്റിയുടെ നേരെ റെസിപ്രോക്കൽ. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ വോളിയം ബൈ മാസ് വരും. മീറ്റർ ക്യൂബ് പെർ കെ ജി ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എനി ലിക്വിഡ്, ഏതെങ്കിലും ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ലിക്വിഡിൻ്റെയും ഡെൻസിറ്റി പറയുന്നെങ്കിൽ അതിനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ പറഞ്ഞുതരാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതിനെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് നമുക്ക് പറയാം കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റിനെയാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, നമ്മൾ എടുക്കുന്ന ഏത് ഫ്ലൂയിഡ് ആണോ അതിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.2 ആണ്. ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എഴുതും 1.2 ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. എത്രയാണ്? 1000 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഈക്വൽ ടു 1.2 ഇൻറ്റു 1000 ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇതിന് ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഈക്വൽ ടു 1.2 ഇൻറ്റു 1000. അപ്പോൾ എന്ത് വരും? 1200 അല്ലേ? 1200
kg/m³ ആയിരിക്കും ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി കാണാനും ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി കാണാനും നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എനി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആണ് നമ്മൾ വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ഫ്ലൂയിഡിൻ്റെ കേസിൽ നമ്മൾ ഇതെടുക്കാം. ഗ്യാസസിൻ്റെ കേസിലും ഇതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാം. അപ്പോൾ എയർ ആണ്, എയറിൻ്റെ ഡെൻസിറ്റിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഫ്ലൂയിഡ് പറയുന്നതുകൊണ്ടാണ് നമ്മൾ വാട്ടറിൻ്റെ കേസ് മാത്രമേ ഇപ്പോൾ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ കേസ് എടുക്കുന്നു. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കും? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അതും ഡെൻസിറ്റി ഓഫ് വാട്ടർ തന്നെയായിരിക്കും അല്ലേ? ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ മുകളിലും ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്, താഴെയും ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. 1000/1000 1 ആയിരിക്കും വരാം. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ അറിയില്ലെങ്കിൽ ഓർക്കുക, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും ന്യൂമറേറ്ററിൽ വരിക, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് ഡിനോമിനേറ്ററിൽ വരിക. സ്റ്റാൻഡേർഡ് ആയിട്ട് ഫ്ലൂയിഡ് നമ്മൾ എടുക്കുന്നത് വാട്ടർ തന്നെയാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ മുകളിലും ഡെൻസിറ്റി താഴെയും ഡെൻസിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റ് ഇല്ല കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, വാല്യൂ മാത്രമേ വരുള്ളൂ. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6. മാനോമീറ്റർ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് അറിയണം. കാരണം മാനോമീറ്ററിനകത്ത് മെർക്കുറി ഉണ്ടാവും, മെർക്കുറി മാനോമീറ്ററിനകത്ത്. അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ് ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ വാല്യൂ 1000 kg/m³. അതുപോലെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ 9810 Nm/m³. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണ്. അത് കാരണം ഇതാണ് ന്യൂമറേറ്ററിലും ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും, ഡിനോമിനേറ്ററിലും ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ഓർക്കുക 13.6. അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റി എത്രയായിരിക്കും? അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഡിവൈഡഡ് ബൈ മെർക്കുറി ആക്ച്വലി ഒരു എന്താ പറയുക മെറ്റലാണ്, ലിക്വിഡ് ഫോമിലുള്ള മെറ്റലാണ്. അപ്പോൾ നമ്മളത് ലിക്വിഡ് ഫോമിലായതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ വാട്ടർ തന്നെ എടുക്കുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 13.6 × 1000. 13.6 × 1000. ഓക്കെ, 13600. 13,600 kg/m³ ആയിരിക്കും മെർക്കുറിയുടെ ഡെൻസിറ്റി ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി, ഇതുപോലെ ഏത് ഫ്ലൂയിഡിൻ്റെയും സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ഇത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണ്. അതായത് ഡെൻസിറ്റി മാറാം എന്ന് പറഞ്ഞല്ലോ അല്ലേ? ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വാട്ടറിൻ്റെ ഡെൻസിറ്റിക്കും വ്യത്യാസം വരാം, ടെമ്പറേച്ചർ കൂടുകയും കുറയുന്നതനുസരിച്ച്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡെൻസിറ്റിയുടെ വാല്യൂ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് കേട്ടോ. 4 ഡിഗ്രി അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഡെൻസിറ്റി നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ഈ വരെ വാല്യൂയിലേക്ക് വരാം. അപ്പോൾ ഈ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഡെൻസിറ്റിക്ക് വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ഈസ് 1 at 4 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 13.6. ഈ വാല്യൂ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. കാരണം ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നതുകൊണ്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റിക്കും വ്യത്യാസം വരുന്നത്. ഡെൻസിറ്റി മാറും, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഡെൻസിറ്റി മാറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കുക, ഏതൊരു മെറ്റൽ ആയാലും ഏതൊരു ഫ്ലൂയിഡ് ആയാലും നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ മോളിക്യൂൾ ഒന്ന് എക്സ്പാൻഡ് ആവും അല്ലേ? അപ്പോൾ വോളിയത്തിന് ചേഞ്ചസ് ഉണ്ടാവും. ആ വോളിയത്തിന് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. മാറ്റർ സെയിം ആയിരിക്കും, പക്ഷെ വോളിയം കൂടുന്നതനുസരിച്ച് ഡെൻസിറ്റിക്ക് മാറ്റം വരാം, കുറയും കൂടുകയും ചെയ്യാം. ഓക്കെ, അതായത് തണുക്കുന്നതനുസരിച്ച് നമ്മളത് കോൺട്രാക്ട് ആവും,
ഹീറ്റ് കൂടുന്നതനുസരിച്ച്, ടെമ്പറേച്ചർ കൊടുക്കുന്നതനുസരിച്ച് അത് എക്സ്പാൻഡ് ആവും. അതിനനുസരിച്ച് വോളിയത്തിന് വ്യത്യാസം വരും. വോളിയം വ്യത്യാസം വരുന്ന സമയത്ത് ഡെൻസിറ്റിക്ക് മാറ്റം വരും. ഡെൻസിറ്റിക്ക് മാറ്റം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പെസിഫിക് ഗ്രാവിറ്റിയും മാറാം. ഓക്കെ, അപ്പോൾ ആ സ്പെസിഫിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒന്നുകിൽ 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 27 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വാല്യൂ പറയാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 എന്നും ഡെൻസിറ്റി 1000 എന്നും. ഡെൻസിറ്റിയുടെ കാര്യമില്ല, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് മെയിനായിട്ടും പറയാം. ഓക്കെ, ഇപ്പോൾ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ നോട്ട് ചെയ്ത് വെച്ചോളൂ, 13.6. ഓക്കെ, ഇനി നമുക്ക് ന്യൂട്ടൺ ലോ, ഇപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലൂയിഡിനെ ഫ്ലോ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി കൂടുന്തോറും എന്തായിരിക്കും? ഈ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന പല ലെയറുകളായിട്ടാണ്, ഓരോരോ ലെയറുകളായിട്ടാണ്. ഇപ്പം ഇതൊരു ലെയർ ഓഫ് ഫ്ലൂയിഡ് ആണ്, താഴോട്ട് ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ്, താഴോട്ട് ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഇപ്പം ഈ ഓരോ ലെയറും ഈ ഫ്രിക്ഷൻ കാരണം അടുത്ത ലെയർ ഓഫ് ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിനെ ഇത് റെസിസ്റ്റ് ചെയ്യും. ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് അറിയാലോ, ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെയറിലെല്ലാം ഫ്രിക്ഷൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരു ലെയർ മറ്റേ ലെയറിന്റെ മൂവ്മെന്റിനെ റെസിസ്റ്റ് ചെയ്യും, ആ ലെയർ അതിന് മുകളിലുള്ള ലെയറിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ നോർമലി ഒരു റിവറിലൊക്കെ ഒരു ഫ്ലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെലോസിറ്റി ഒരു പാരാബോളിക് ആയിരിക്കും. നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ വെലോസിറ്റി കൂടുതലായിരിക്കും, താഴോട്ടേക്ക് വരുംതോറും വെലോസിറ്റി കുറഞ്ഞു വരും. കാരണം ഇങ്ങനെ ഫ്രിക്ഷൻ കാരണം ഇതിനെ റെസിസ്റ്റ് ചെയ്യും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കലി വെലോസിറ്റി കുറഞ്ഞു വരും. ഒരു പാരാബോളിക് ഷേപ്പിലായിരിക്കും വരാം. ടോപ്പ് സർഫസിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, താഴോട്ട് വരുംതോറും കുറഞ്ഞു വരും. ഇതേ തന്നെ പൈപ്പിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് പൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. സെൻട്രലായിരിക്കും മാക്സിമം വെലോസിറ്റി വരുന്നത്, അത് ഈ സർഫസിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരും. ഇപ്പം ഈ സർഫസ്, അതായത് പൈപ്പിന്റെ സർഫസിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. സെൻട്രലാണ് അതിന്റെ മാക്സിമം വെലോസിറ്റി വരിക. അത് തന്നെ ഒരു ഓപ്പൺ ചാനലിലൂടെ വരുന്ന ഫ്ലോ ആണ് എന്നുണ്ടെങ്കിൽ ടോപ്പ് സർഫസിലാണ് വെലോസിറ്റി മാക്സിമം വരിക, താഴോട്ട് വരുംതോറും ഈ ഫ്രിക്ഷൻ ഫോഴ്സ് കൊണ്ട് കുറഞ്ഞു വരും. അപ്പോൾ ഈ രണ്ട് ലെയർ തമ്മിൽ എന്താണ്? ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. കാരണം ഇത് ഷിയർ ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഷീറ്റായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു പ്ലേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ പ്ലേറ്റിന് മുകളിൽ കൂടെ ഈ പ്ലേറ്റ് ഇങ്ങനെ ഷിയർ ചെയ്താൽ പോകുന്നത് അല്ലേ. കണ്ടോ, ഇങ്ങനെ ഷിയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിനെ നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സർഫസിന്റെ ഇടയിലും എന്താണ്? ഒരു ഷിയർ സ്ട്രെസ് വരും. ഈ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും? വെലോസിറ്റി ഗ്രേഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വെലോസിറ്റി ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അനുസരിച്ച്, നമ്മളിപ്പോൾ ഡെപ്ത് താഴോട്ടാണ് y കണക്കാക്കുന്നത്, താഴോട്ട് പോകുന്തോറും ഈ വെലോസിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാവും, du/dy അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പൊ ടോ എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെസ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy. അതായത് ഡിസ്റ്റൻസ്, ഡെപ്ത് കൂടുന്നതനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ചസ് ഉണ്ടാവും. വെലോസിറ്റി ഗ്രേഡിയൻ എന്ന് ഓർക്കുക. നമുക്ക് വേറെ രീതിയിലും പറയാം, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ എന്ന് പറയാം. ആൻഡ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓർക്കുക, ഇതെപ്പോഴും ചോദിക്കുന്നതാണ് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റിയുടെ കേസിൽ. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ. ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dv എന്ന് പറയാം, അല്ലെങ്കിൽ ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു dθ/dt. ഇതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. സോ ടോ ആ പ്രൊപ്പോർഷൻ മാറ്റി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതിനെ നമ്മൾ മ്യൂ എന്ന് പറയും. എ കോൺസ്റ്റന്റ് ഇൻറ്റു du/dy എന്ന് എഴുതാം. വേറൊരു ഇക്വേഷൻ ആണ് ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു, മ്യൂ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു dθ/dt. ഇപ്പൊ du/dy എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയന്റും ഡെപ്ത് അനുസരിച്ച് വെലോസിറ്റിക്ക് മാറ്റം വരുന്നു. അതുപോലെ dθ/dt എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിനും ആണ് കേട്ടോ. അപ്പൊ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു കണ്ടീഷനും ചോദിക്കാറുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിച്ച് ഷിയർ സ്ട്രെസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ എന്ന് തരാറുണ്ട്. നമ്മളിപ്പോൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കുത്താനുള്ളൊരു ആൻസർ ആയിട്ട് എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ തന്നെ പറയണം കേട്ടോ. ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ. രണ്ട് നോക്കുക. ചിലപ്പോൾ ഷിയർ സ്ട്രെസ് മാത്രം തരും,
ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ എന്നൊരു ഓപ്ഷൻ തരും, വെലോസിറ്റി ഗ്രേഡിയൻ എന്നുള്ളൊരു ഓപ്ഷൻ തരും, വേറെ എന്തെങ്കിലും 2 ഓപ്ഷൻ തരും. അപ്പോൾ നമുക്ക് ഷിയർ സ്ട്രെയിൻ എന്ന് കണ്ട ഉടനെ ഷിയർ സ്ട്രെയിൻ ആൻസർ ആയിട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അവിടെ എന്താണ് റേറ്റ് എന്ന് തന്നിട്ടില്ല, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് തന്നിട്ടില്ല. അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരാം. വീണ്ടും പറയുന്നു, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് ആൻസർ ആയിട്ട് വരാം. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അപ്പോൾ ഈ റിലേഷൻ പറയുന്ന ലോ ആണ് ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന. അപ്പോൾ ഒരു ഓപ്പൺ ചാനൽ ആണെങ്കിൽ വെലോസിറ്റി ടോപ്പ് ലെയറിൽ മാക്സിമം ആയിരിക്കും, താഴോട്ടേക്ക് വരുന്തോറും വെലോസിറ്റി കുറഞ്ഞു വരും. അതേ തന്നെ ഒരു സർക്കുലർ പൈപ്പിലാണ് എന്നുണ്ടെങ്കിൽ സെൻട്രലായിരിക്കും മാക്സിമം വെലോസിറ്റി വരിക, സർഫസിൽ എന്തായിരിക്കും വെലോസിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ 0 എന്ന് തന്നെ പറയാം. അപ്പോൾ പാരാബോളിക് ഷേപ്പിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ. ഇപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് പറഞ്ഞു അല്ലേ, മ്യൂ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പറഞ്ഞു. ആ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് വെലോസിറ്റി അല്ല, ഡൈനാമിക് വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി എന്താ എന്ന് മാത്രമല്ല, അതിൻ്റെ യൂണിറ്റുകളാണ് നമ്മൾക്ക് ചോദിക്കുക കേട്ടോ. അതിൻ്റെ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. SI യൂണിറ്റ് ആണോ CGS യൂണിറ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പറയാൻ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വരാം. വിസ്കോസിറ്റി എന്താണ് എന്ന് ചോദിക്കാം. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി ആണ് വിസ്കോസിറ്റി കൂടിയ ഫ്ലൂയിഡ് എന്തായിരിക്കും, വളരെ സ്ലോ ആയിട്ടേ ഫ്ലോ ചെയ്യുള്ളൂ, കാരണം അതിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫ്ലോ ചെയ്യും. അപ്പോൾ വിസ്കോസിറ്റി എന്താണ് എന്ന് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ആ ന്യൂട്ടൺ ലോ വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ. ഓക്കെ, അതും വരാം. ഇനി വരുന്ന അതാണ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ, ഡൈനാമിക് വിസ്കോസിറ്റി അതുപോലെ കൈനമാറ്റിക് വിസ്കോസിറ്റി തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റി ആണ് മ്യൂ എന്ന് പറയുന്നത്, അതിൻ്റെ യൂണിറ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. SI യൂണിറ്റ് ആണെങ്കിൽ പാസ്കൽ സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ 1 പാസ്കൽ എന്ന് പറയുന്നതാണ് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നും യൂണിറ്റ് വരാം. ഓക്കെ, ഇത് രണ്ടും SI യൂണിറ്റ് ആണ് കേട്ടോ. പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നതും ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതും SI യൂണിറ്റിലെ ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് പറയാം. ഇനി CGS സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റിലാണെങ്കിൽ പോയ്സ്. അപ്പോൾ നമുക്ക് CGS യൂണിറ്റ് തന്നിട്ട് പോയ്സ് തരും, പാസ്കൽ സെക്കൻഡ് തരും, ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഒക്കെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ CGS യൂണിറ്റ് ആണ് പറഞ്ഞിട്ട് നമ്മൾ ചാടി കയറി പാസ്കൽ സെക്കൻഡ് എന്ന് കൊടുക്കരുത്. പാസ്കൽ സെക്കൻഡ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. പാസ്കൽ സെക്കൻഡും ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറും ഇത് രണ്ടും SI യൂണിറ്റ് ആണ്. CGS യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോയ്സ് ആണ് കേട്ടോ. ഇനി ഈ പോയ്സും ഈ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ നമ്മൾ റിലേഷൻ ഓർക്കണം. 1 പോയ്സ് എന്ന് പറയുന്നത് 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 1/10. 1 പോയ്സ് എന്ന് പറയുന്നത് 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ആ 1/10 തന്നെയാണ് 0.1 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലും ചോദിക്കാം. 1 പോയ്സ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വയ്ക്കും. പക്ഷെ ഓപ്ഷനിൽ ചിലപ്പോൾ 1/10 ആയിരിക്കും, പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ അതിലേക്ക് വരില്ല. ഈ 0.1 തന്നെയാണ് 1/10 എന്ന് പറയുന്നത്. അപ്പോൾ 1 പോയ്സ് ഈക്വൽ ടു 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഓർക്കുക, ഈ യൂണിറ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. SI യൂണിറ്റ്, ഡൈനാമിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. CGS യൂണിറ്റ് എന്ന് പറയുന്നത് പോയ്സ് ആണ്. 1 പോയ്സ് എന്ന് പറയുന്നത് 1/10 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി കൈനമാറ്റിക് വിസ്കോസിറ്റി. ഇപ്പൊ ഡൈനാമിക് വിസ്കോസിറ്റിയും കൈനമാറ്റിക് വിസ്കോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ ഡൈനാമിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മൂവ്മെന്റ് ഉള്ളതാണ് അല്ലെ. ഇപ്പൊ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വിസ്കോസിറ്റി ആണ് നമ്മൾ ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് കണ്ടീഷനിലായിരിക്കും. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ.
ഇപ്പോൾ പലപ്പോഴും ഫ്രിക്ഷൻ ഫോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ പറയും മൂവ്മെൻ്റ് ഉള്ള സമയത്ത് മാത്രമല്ല, ഇപ്പോൾ ഒരു സർഫസിൽ അത് റെസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഫ്രിക്ഷൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു വാട്ടർ ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് കൺസിഡർ ചെയ്യുക, ഡെൻസിറ്റിയുടെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതുപോലെ തന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ, വി ഇങ്ങനെ ഒരു കുറച്ച് വളച്ചെഴുതുന്നതാണ് ന്യൂ എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറയുന്നത് മ്യൂ ബൈ റോ ആണ് കേട്ടോ, മ്യൂ ബൈ റോ. പലപ്പോഴും നമ്മൾ കാൽക്കുലേഷനിൽ, അതായത് ഇപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ കാൽക്കുലേഷനിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോ വി ഡി ബൈ മ്യൂ എന്ന് വരാറുണ്ട്. അതിൽ മ്യൂ ബൈ റോനെ നമ്മൾ ന്യൂ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ വി ഡി ബൈ ന്യൂ എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. റോ വി ഡി ബൈ മ്യൂ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ടും കൈനമാറ്റിക് വിസ്കോസിറ്റി റെയ്നോൾഡ്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ് എന്ന് ഓർക്കുക. അതിൻ്റെ യൂണിറ്റും ശ്രദ്ധിച്ചോളൂ, അതിൻ്റെ യൂണിറ്റും ചോദിക്കാറുണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് പോയ്സ് CGS യൂണിറ്റ് ആണ് മിക്കവാറും ചോദിക്കാറുള്ളത്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് പോയ്സും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് സ്റ്റോക്ക്. ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. പലപ്പോഴും ഇപ്പോൾ പോയ്സ് എന്നുള്ളൊരു യൂണിറ്റ് നമുക്കറിയാം, സ്റ്റോക്ക് എന്നുള്ള യൂണിറ്റും അറിയാം, പക്ഷെ ഇത് ഏതിൻ്റെയാണ് എന്നുള്ള ചിലപ്പോൾ കൺഫ്യൂഷൻ വരാറുണ്ട്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് ആണ് പോയ്സ്, കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ CGS യൂണിറ്റ് ആണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? 1 സ്റ്റോക്ക് ഈക്വൽ ടു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് കേട്ടോ. മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് SI യൂണിറ്റ് ആണ്. അതുപോലെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക്. 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതിനെ നമുക്ക് സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് എന്നും പറയാറുണ്ട്. മീറ്ററിനെ സെൻറ്റിമീറ്ററിലും പറയാം കേട്ടോ. മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ്, സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ്. CGS യൂണിറ്റ് ആണ് നോട്ട് ചെയ്യേണ്ടത് സ്റ്റോക്ക്. അപ്പോൾ 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് 10⁻⁻⁴ മീറ്റർ സ്ക്വയർ ബൈ സെക്കൻഡ് ആണ്. ഇപ്പോൾ ന്യൂട്ടൺ ലോ വിസ്കോസിറ്റിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാം. വിസ്കോസിറ്റി എന്താ എന്ന് ചോദിക്കാം. ഈ ന്യൂട്ടൺ ലോ വിസ്കോസിറ്റിയുടെ ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റിയുടെയും കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റുകളാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ റിമെമ്പർ ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആവാം. ഓക്കെ, ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വിസ്കോസിറ്റിക്ക് ചേഞ്ചസ് വരാം. ഇതും പ്രോബ്ലം ആയിട്ട് വരാറുണ്ട്. ഇപ്പം ഗ്യാസിൻ്റെ കേസസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റിയും ഇൻക്രീസ് ആവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഗ്യാസ് എടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ്, ഓരോ മോളിക്യൂൾസിനും എനർജി കൂടുതലായിരിക്കും. അതിങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ് ചെയ്യുക അല്ലേ. ഇപ്പോൾ എനർജി കൂടുമ്പോൾ എന്താണ്, പരസ്പരം കൂട്ടിയിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. വളരെ ഫാസ്റ്റായിട്ട് ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാളിൽ ഹിറ്റ് ചെയ്യാനും പരസ്പരം മോളിക്യൂൾസ് തമ്മിൽ ഹിറ്റ് ചെയ്യാനും ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. കാരണം പരസ്പരം ഇടിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ വെലോസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടാനുള്ള ചാൻസസ് ആണ്. അത് തന്നെ ലിക്വിഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് കുറയും. ഇത് നമ്മൾ മാറിപ്പോരുത്. ലിക്വിഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. അതുതന്നെ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. അതിന് എന്താ പറയുക, റീസൺ ഇതാണ്. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂൾസിന് കൂടുതൽ എനർജി കിട്ടും. ഗ്യാസസിൻ്റെ കേസിൽ അറിയാമല്ലോ, ലിക്വിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടുതൽ എനർജി കിട്ടുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. അപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. പക്ഷെ ലിക്വിഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇൻക്രീസിങ് ഓർഡർ. ഇപ്പോൾ ലിക്വിഡിൻ്റെ കേസിൽ വിസ്കോസിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്, അപ്പോൾ ഗ്യാസോലിന് വിസ്കോസിറ്റി വളരെ കുറവായിരിക്കും. അതിനേക്കാൾ വിസ്കോസിറ്റി കൂടുതലാണ് വാട്ടറിനേക്കാൾ വിസ്കോസിറ്റി കൂടുതലാണ് ക്രൂഡ് ഓയിൽ.
ക്രൂഡ് ഓയിലിനേക്കാൾ വിസ്കോസിറ്റി കൂടുതലാണ് കാസ്റ്റർ ഓയിൽ. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ട് ഏതിനാണ് വിസ്കോസിറ്റി കൂടുതൽ എന്ന് ചോദിക്കും. ഇത് നമ്മൾ വിസ്കോസിറ്റി കൂടുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഗ്യാസോലിന് വിസ്കോസിറ്റി കുറവ്, അതിനേക്കാൾ കൂടുതൽ വാട്ടറിനേക്കാൾ വിസ്കോസിറ്റി കൂടുതൽ ക്രൂഡ് ഓയിലിനേക്കാൾ വിസ്കോസിറ്റി കൂടുതൽ കാസ്റ്റർ ഓയിലിനാണ് കേട്ടോ. ഇനി വിസ്കോസിറ്റി ഓഫ് വാട്ടർ നമ്മൾ പറയാറില്ല. ഇപ്പം നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ പോലെ ഈ വാട്ടറിൻ്റെ വിസ്കോസിറ്റി നമ്മൾ 20 ഡിഗ്രി സെൽഷ്യസിലാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാം 1 centipoise കേട്ടോ. അതുപോലെ തന്നെ വിസ്കോസിറ്റി ഉണ്ടാവുന്ന ലിക്വിഡിന് വിസ്കോസിറ്റി ഉണ്ടാവുന്ന എന്താണ്? കൊഹഷനും അതുപോലെ തന്നെ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു മാസ് ഉള്ള ഒരു ബോഡി വി എന്ന് പറയുന്ന വെലോസിറ്റി മൂവ് ചെയ്യുമ്പോൾ അതിനെന്തായാലും ഒരു മൊമെൻറ്റം ഉണ്ടാവും. മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നതാണ് എൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൊണ്ടും കൊഹഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുക മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇതുകൊണ്ടാണ് വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. സെയിം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കൊഹഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് മൊമെൻറ്റം, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ മൊമെൻറ്റം മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൊണ്ടും കൊഹഷൻ കൊണ്ടാണ് ഒരു ലിക്വിഡിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്നത്. ഇതൊക്കെ ഒന്ന് പോയിന്റ് നോട്ട് ചെയ്യുക കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ലിക്വിഡിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും. ഓക്കെ, ഇനി എന്താ പറയുക വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചുള്ള ലിക്വിഡിൻ്റെ ഓർഡർ, ഗ്യാസോലിന് വിസ്കോസിറ്റി കുറവ്, അതിനേക്കാൾ കൂടുതൽ വാട്ടർ, അതിനേക്കാൾ കൂടുതൽ ക്രൂഡ് ഓയിലിന്, അതിനേക്കാൾ കൂടുതൽ കാസ്റ്റർ ഓയിലിന്. അതുപോലെ തന്നെ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡിൽ വിസ്കോസിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കൊഹഷൻ കൊണ്ടും മോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വിസ്കോസിറ്റി ഉണ്ടാവുന്നത്.